നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. നടൻ ദുൽഖർ സൽമാനെ കാണാനില്ല എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ചാണ് അദ്ദേഹത്തെ കാണാതായത് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു ദാരുണമായ സംഭവം അരങ്ങേറിയിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മലപ്പുറത്ത് ചെറിയ ചെറിയ ഫുട്ബോൾ ക്ലബ്ബുകളുണ്ട്. ഈ ക്ലബ്ബുകളിലൊക്കെ കളിക്കുന്നത് ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള ചെറുകിട ഫുട്ബോൾ കളിക്കാരൊക്കെയാണ്. കഴിഞ്ഞ ദിവസം ഐവറി കോസ്റ്റിൽ നിന്നുള്ള ഒരു കളിക്കാരൻ്റെതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഐവറി കോസ്റ്റുകാരനായ ഈ കളിക്കാരനെ കളിക്കിടയിൽ കാണികൾ വംശീയമായിട്ട് ആക്ഷേപിക്കുകയുണ്ടായി. മാത്രമല്ല അദ്ദേഹത്തിന് നിറം വെച്ചിട്ടും അദ്ദേഹത്തെ കറുത്തവനെന്നും കറുത്ത കുരങ്ങെന്ന് ഒക്കെ വിളിച്ച് അദ്ദേഹത്തെ ആക്ഷേപിക്കുകയുണ്ടായി. സ്വാഭാവികമായിട്ടും മനുഷ്യൻ പ്രതികരിക്കും. അങ്ങനെ ആ കളിക്കാരൻ പ്രതികരിച്ചപ്പോൾ മലപ്പുറത്തെ നന്മയുള്ള ആളുകൾ അദ്ദേഹത്തിനെ കല്ലെറിയുകയും ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉപദ്രവമെല്ലാം കിട്ടിയതിന് ശേഷം ഈ ഐവറി കോസ്റ്റുകാരനായിട്ടുള്ള കളിക്കാരൻ എംബസിയിൽ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. മാത്രമല്ല കേരളം എന്നെ ഭയപ്പെടുത്തുന്നു എന്ന രീതിയിൽ പറഞ്ഞു. ഇനി കേരളത്തിൽ കളിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു. പക്ഷേ ഇത് എല്ലാ മാധ്യമങ്ങളൊന്നും ഇത് വാർത്തയായി കൊടുത്തില്ല. ചില മാധ്യമങ്ങൾ മാത്രമാണിത് പ്രത്യേകമായിട്ട് വാർത്തയായിട്ട് കൊടുത്തത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലായതുകൊണ്ട് ഇത് വളരെ ഒതുക്കിയാണ് നമ്മളോട് പറഞ്ഞത്. എന്നാൽ ഏതെങ്കിലും ഉത്തരേന്ത്യയിലായിരുന്നെങ്കിൽ ഇത് വലിയ രീതിയിൽ പറയുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ എന്താണ് ഇതും ദുൽഖർ സൽമാനുമായിട്ടുള്ള ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഇതൊക്കെ എല്ലാവരും അറിഞ്ഞതിന് ശേഷവും ദുൽഖർ സൽമാൻ ഇതിനെപ്പറ്റി ഒന്നും പ്രതികരിക്കുകയുണ്ടായില്ല. അതിൻ്റെ അർത്ഥം അദ്ദേഹം സ്ഥലത്തില്ല, അല്ലെങ്കിൽ അദ്ദേഹം മിസ്സിംഗ് ആണ് എന്നാണ്. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പോലും അദ്ദേഹത്തിൻ്റെ തല അപമാന ഭാരം കൊണ്ട് കുനിഞ്ഞുപോയി എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അതിനുള്ള കാരണം ഛത്തീസ്ഗഡിലോ മറ്റോ, അത് ഉത്തരേന്ത്യയാണല്ലോ, അവിടെ മറ്റോ ഒരു വിദേശ വനിത ആക്രമിക്കപ്പെട്ടു. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അപമാന ഭാരം കൊണ്ട് എൻ്റെ തല കുനിഞ്ഞു പോകുന്നു എന്ന് പ്രതികരിച്ച വ്യക്തിയാണ് ദുൽഖർ സൽമാൻ. അതേ ദുൽഖർ സൽമാൻ മലപ്പുറത്ത് ഇങ്ങനൊരു സംഭവം നടന്നിട്ട് പ്രതികരിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം അദ്ദേഹം ഇവിടെ ഇല്ലെന്നോ, നാട് വിട്ടെന്നോ, കാണാനില്ലെന്നോ, ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ ആയിരിക്കാം. എന്തായാലും ദുൽഖർ സൽമാനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നമ്പരൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നമ്പർ ഇങ്ങനെയാണ് 369369369369 അങ്ങനത്തെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ആ നമ്പറിലേക്ക് വിളിച്ചറിയിച്ചാൽ മതിയാവും. ദുൽഖർ സൽമാനെ ആരെങ്കിലും കിട്ടിയാൽ, എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ. ഇങ്ങനെ ചില പ്രത്യേക അസുഖമുള്ള ആളുകളുണ്ട്. നേരത്തെ പൃഥ്വിരാജിനും അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമ്മൂട് എന്ന സിനിമാ നടനും ഈ അസുഖം കുറച്ച് കലശലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ അസുഖം കലശലായി കഴിഞ്ഞപ്പോഴാണ് ചില സംഖ്യകൾ കുറച്ച് നല്ല ഡോസ് കൂടിയ മരുന്നുകൾ കൊടുക്കുകയുണ്ടായി. അങ്ങനെ ആ അസുഖത്തിന് കുറച്ച് ശമനം വന്നതിന് ശേഷം ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഈ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും, എന്നാൽ അടുത്തുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതേ അസുഖത്തിൻ്റെ തുടക്ക സ്റ്റേജിലാണ് ദുൽഖർ സൽമാൻ. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല ഡോസ് കൂടിയ ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ അസുഖത്തിനെ നിയന്ത്രണത്തിലാക്കാൻ പറ്റിയേക്കും, അല്ലെങ്കിൽ ഇത് പിടിവിട്ടു പോകും. അതാണ് ഈ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും ദുൽഖർ സൽമാനെ കാണാനില്ല എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ആ നമ്പറിൽ കണ്ടുകിട്ടുന്നവർ അറിയിച്ചാൽ നന്നായിരിക്കും. മലപ്പുറത്ത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. മലപ്പുറത്തെ പറ്റി പറയുമ്പോൾ ചില ആളുകൾ ഭയങ്കര നന്മയുള്ള ആൾക്കാരാണെന്ന് പറയും. ഇതായിരിക്കും അവരുടെ ഒരുപക്ഷെ നന്മ. ഒരു വിദേശത്തു നിന്ന് വന്ന ഒരു കളിക്കാരൻ, അവൻ്റെ നിറം അല്ലെങ്കിൽ അവൻ്റെ വംശം അങ്ങനെ ആയതുകൊണ്ട് അവനെ ആ വംശത്തിൻ്റെ പേരിലും അവൻ്റെ നിറത്തിൻ്റെ പേരിലും അവനെ അപമാനിക്കുകയും ദേഹോപദ്രവം ചെയ്യിക്കുന്നതാണോ മലപ്പുറത്തെ നന്മ എന്ന് ചോദിച്ചു പോവുകയാണ്. ആ ഭാഗത്തൊക്കെയാണ് വെളുത്തിട്ട് പാറാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഫേസ് ക്രീമിൻ്റെയും മറ്റുമൊക്കെ പരസ്യം നമ്മൾ കണ്ടിരിക്കുന്നത്, റീലുകളും മറ്റുമൊക്കെ. അപ്പോൾ വെളുപ്പിലും കറുപ്പിലും ഒന്നും ഒരു കഥയില്ല. വെളുപ്പും കറുപ്പും എല്ലാം മനുഷ്യർ തന്നെയാണ് എന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ. പിന്നെ അടിമത്തമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞു. ആ കാലത്തല്ല ജീവിക്കുന്നത് എന്നുകൂടി ആളുകൾ മനസ്സിലാക്കിയാൽ നന്ന്. മനുഷ്യനായിട്ട് കാണാൻ ശ്രമിക്കണം, ഇനിയെങ്കിലും ശ്രമിക്കണം. ഇതുവരെ അത് കഴിഞ്ഞിട്ടില്ല എങ്കിൽ മാത്രമേ പറയുന്നുള്ളൂ. ഇതേ സംഭവം കേരളത്തിന് പുറത്തായിരുന്നെങ്കിൽ ഇതേ ആളുകൾ തന്നെ ചോദിക്കുക, ഇതാണോ ആർഷഭാരത സംസ്കാരം, ഇതാണോ അതിഥി ദേവോ ഭവ എന്ന് ചോദിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുന്നവർ ഇത് അറബ് സംസ്കാരമാണോ എന്ന് തിരിച്ചു ചോദിച്ചാൽ നിങ്ങളുടെ കുരുപൊട്ടാൻ പാടില്ല എന്നേ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.